ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഒലങ്ങനെ തിന്നു കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക, ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നബിയാകുക എന്നുള്ളതിൻ്റെ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാം. വലിയാകാം, സ്വാലിഹാകാം, ആബിദാകാം, ആലിമാകാം. നബി ആവാൻ കഴിയൂല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അപേക്ഷ കൊടുത്താൽ കിട്ടൂല. ഒരാൾ 1000 റക്അത്ത് നിസ്കരിച്ചാൽ നബിയാകാൻ പറ്റൂല. അത് ഒരിക്കലും നടക്കൂല. അതിൻ്റെ താഴെയുള്ള ഏത് ദർജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും. വറകട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മൂപ്പരെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അറബി മുൻഷിൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും. വാപ്പ ഖുറൈശിയാകേണ്ട ആവശ്യമൊന്നുമില്ല. മകന് മൗലിയരാവാൻ, ആലിമാകാൻ, ആബിദാകാൻ, സ്വാലിഹാവാൻ, വലിയാകാൻ, ദുആക്ക് ഇജാബത്തുള്ളവനാവാൻ, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക. അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നന്നായി അധ്വാനിക്കുക. അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ, ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായി തീരണം. ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അല്ലാഹ് നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണമെന്നില്ല. ഒരു മനുഷ്യനെ അല്ലാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നത് അവനെ അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ ഖൈറൊന്നും വിചാരിക്കേണ്ട, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് പോകരുത്. നല്ലത് കേടെന്നാൽ ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പരയിൽ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിൻ്റെ റേഞ്ച് ഒന്നുകൂടി കൂടും. കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല കേടെന്നാൽ വളരെ മോശമായി. അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കേസിലും ബർക്കത്തിനൊന്ന് മാപ്പിള ഉണ്ടാവുമല്ലോ. കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടായതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിലെടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണീരട്ടാതിരിക്കാൻ ഒന്ന്, പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും അതിൽ. അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ യത്തീങ്ങാനെന്ന് ചാടിപ്പോയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനത്തെ സാധനങ്ങളേക്കാരം. അത് നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. നല്ല കേടെന്ന അപ്പോൾ ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വക്കുവെത്തിയിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ്. അപ്പോൾ ആ സമാപ്തിയിലെത്തിയതിന് ശേഷം നിൽക്കാവൂ. വൈക്കന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയൊരു കുരുത്തക്കേടാവും. അതുകൊണ്ട് ആരും വൈക്കത്തിന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുരുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും കുരുത്തക്കേടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ കുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ കുരുത്തം കെട്ടവനാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം. സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം. ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പഠിക്കാനും 6 സമയം പല്ലേക്കണമെന്ന് മുൻഗാമികളായ ഉസ്താദുമാർ പറയാറുണ്ട്. 6 സമയം പല്ലേക്കണമെന്ന 5 നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം, രാത്രി കടന്നുറങ്ങുന്ന സമയത്തും തേക്കണം. 6 സമയം പല്ല് തേച്ചാൽ നന്നായി ഇൽമ പഠിയും, നല്ലോണം ബുദ്ധി വികസിക്കും. പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത്. മുത്തല്ലിമീങ്ങൾ എപ്പോഴും ഒതുണ്ടാക്കാൻ പോകുമ്പോൾ ബ്രഷേറ്റാണ് പോകൽ. അങ്ങനെ ഒന്ന് പല്ല് വെച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ.
അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ച് ഒരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചൊല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം കിതാബുമ്മ തല വെച്ചിട്ടും ഉറങ്ങരുത്, വെക്കാതെ ഉറങ്ങരുത്, ഉറങ്ങാതിരിക്കുക. ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക. സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ശൈത്താൻ പാത്തും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാചി ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. ഓനാണ് ദറജുള്ള ആൾ എന്ന് പറയണത്. വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും. 10,000 രൂപ പാത്തക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അതിങ്ങനെ കൈ പിടിച്ചുകാണ്ട് നിൽക്കും. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു 10,000ൻ്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതിവിടെ പിടിക്ക്, ഞാനൊന്ന് മൂത്രയിച്ചുകാണ്ട് വരാറിഞ്ഞാൽ അതും കൈ പിടിച്ചുകാണ്ട് ബേജാറായിട്ട് നിൽക്കും. ആ ചെങ്ങായി മൂത്രയിച്ച് വന്നിട്ട് ഇതാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് ഓൻ്റെ തീരുമാനം. 10,000 സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിയായ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ്. ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത്. വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവർ തന്നെ ഇക്കാരം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പള്ളിൻ്റെ എല്ലാ ആദാബും പാലിക്കണം. കീറിയ പനിയിട്ടുങ്ങാണ്ട് അവത്ത പള്ളി കൂടി അങ്ങനെ നടത്തരുത്. കീറിയ പനിയിട്ടുങ്ങാണ്ട് കടക്കുമ്പോഴൊക്കെ എന്നിട്ടാൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല തുണിങ്കൊപ്പായി എടുത്തുങ്ങാണ്ട് ഇനി കള്ളിത്തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് തിരുമ്പി നേരാക്കിയിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള അദബ് പാലിക്കുക, ഷിആറുകൾ ഉണ്ടായിരിക്കുക, പള്ളിയോടുള്ള അദബ് പാലിക്കുക. നമ്മൾ അധിക സമയവും പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ്. പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദബുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അദബുകളെ പാലിക്കണം. ഇടയ്ക്കൊക്കെ മുക്കറില്ലാത്ത സമയത്തൊന്ന് ബാങ്ക് കൊടുക്കുക. ഈ പിന്നെ ഇലാമിൻ്റെ ബാങ്ക് തമ്മീസില്ലാത്ത തക്ലീഫില്ലാത്ത ആളുകളിൽ നിന്ന് പറ്റൂലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല അമലാണ്. ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞു വെച്ചാൽ പള്ളിക്കത്തെ മുക്കിറിനെ നല്ലവണ്ണം ബഹുമാനിക്കണം എന്ന് പറയാനാണ്. മുക്രിമാനെ നല്ലവരും ബഹുമാനിക്കണം. ഓലെ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളമുള്ള ആൾക്കാരാണ് ഓല്. വലിയ സംഗതിയാണ്. നിസ്കരിച്ചതിനേക്കാൾ പ്രധാനമാണല്ലോ നിസ്കരിച്ചാൽ വിളിക്കാറുള്ളത്. നിസ്കാരത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 5 നേരം മനുഷ്യന്മാരെ നിസ്കാരം ഓർമ്മപ്പെടുത്തുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ ആളാണ് മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് മുഅദ്ദിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം, പ്രസിഡന്റിനെ ബഹുമാനിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കൽ? വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഈ വലുപ്പും ചെറുപ്പും എങ്ങനെ തീരുമാനിക്കാന്നാണ്. പ്രായം കൊണ്ടാണോ, ഇൽമു കൊണ്ടാണോ, സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് വലുപ്പും ചെറുപ്പും തീരുമാനിക്കേണ്ടത്? സത്യത്തിൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുള്ള വലുപ്പും എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമല് കൊണ്ട് ഒന്നുമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ നമ്മളെ സദസ്സിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ല. എന്നാൽ ഒരു സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് മൂപ്പർക്ക് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. സമത് വയസ്സിൽ അവിടെ അങ്ങനെ കാണാണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ സീറ്റില്ല. എന്നാൽ സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും അമല് കൊണ്ട് ഒന്നും, പേര് കൊണ്ട് രണ്ടുമാണ്. രണ്ടും ഒരേ അമലാണ്. അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം എന്നായി,
ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യെന്നായി എന്നേ ഉള്ളൂ. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത്. വയസ്സന്മാരെ ചീത്തറിയാൻ പറ്റൂല, കുട്ടികളെയും ചീത്തറിയാൻ പറ്റൂല. വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെയും കളിയാക്കാൻ പാടില്ല. വയസ്സന്മാരെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല, കുട്ടികളെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല. കുട്ടികളൊക്കെ പോയിടാന്ന് എവിടുക്കോണു? നേരത്തെ വരായിട്ടല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറല്ലാനേ കുട്ടികളൊക്കെ പോയിടാ, ഒക്കെ ബാക്കിലേക്ക് പോയി. നേരം വെക്കി വന്ന് കണ്ടേ. അല്ല, സംഗതി കുട്ടി വേണ്ടത് ബാക്കിൽ ഇരിക്കുന്നതായിരുന്നു. അത് വേറൊരു കാര്യമാണ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലും കൊണ്ട് ഒന്നാണ് എന്ന്. ഇപ്പം എന്തായാലും ഓല നേരത്തെ വന്നതല്ലേ, ഓല അവിടെ ഇരുന്നോട്ടേ എന്ന് തീരുമാനിക്കലാണ് കാരുണ്യം. എന്നാലും ഇപ്പോൾ മൂപ്പര് നേരം വൈകിട്ടാണെങ്കിലും പ്രായമായ ആളല്ലേ, ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും അമല് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. രണ്ടും അമല് കൊണ്ട് ഒന്നാണ്, പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു, നമ്മളെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു എന്നാണ്. ഇപ്പോൾ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സമ്പത്ത് കൊണ്ട് വലുപ്പവും ചെറുപ്പമുള്ളവർ, അതും വലിയവരും ചെറിയവരും തന്നെയാണ്. വാഹനം കൊണ്ട് വലിയതും ചെറുതും. ഒരാൾ മോട്ടോർ സൈക്കിളിലും പോവുകയാണ്, ഒരാൾ കാറിലും പോവുകയാണ്. ഒരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളുമാണ്. ജംഗ്ഷനിലെത്തി മോട്ടോർ സൈക്കിളേരം വിചാരിക്കണം കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ. കാറേരം വിചാരിക്കണം ബൈക്കുമ്മ വരുന്ന ആൾ ചെറിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ഇവനും തോന്നി, ഞാൻ ചെറിയ ആളാണെന്ന് ഞാൻ ആദ്യം പോകണമെന്ന് മറ്റൊന്നും തോന്നി. അതാ പ്രശ്നമായത്. മറ്റോൻ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ ലേശം വെള്ളം ചേർക്ക്. അപ്പം മോള് പറഞ്ഞു, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു, അതിന് ആരും കാണില്ലല്ലോ. ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാലം ആരും കാണില്ലല്ലോ. അപ്പം മോള് പറഞ്ഞു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേരൻ്റെ പുറത്തുനിന്ന് ഈ വർത്തമാനം കേട്ടു. രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 4ാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പേരയിലൊരു പെൺകുട്ടി ഉണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. മോന് കണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞു. മോൻ പോയി നോക്കി വന്നു, പറ്റി, നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. പാലിൽ മാത്രമല്ലല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത്, സോപ്പിലും പറ്റൂലല്ലോ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യക്കണോടത്ത് പോയോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറന്ന് വെച്ചിട്ടുണ്ടാവും. പാലിൽ മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം. കുരുമുളകും പൊടിയിലും പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ, ഒന്നിലും പാടില്ലല്ലോ. അത് പാലിന് മാത്രം ബാധകമായ ഹുക്കുമാണോ? എല്ലാറ്റിനും ബാധകമാണല്ലോ. അപ്പം ഹദീസുകളൊക്കെ അതിൻ്റെ വഴിക്ക് വേറി, നമ്മളൊക്കെ നമ്മളെ വഴിക്ക് വേറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? നമ്മൾ പഠിച്ച ഹദീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് കാര്യമില്ല. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഖൈറാകും, അതൊരു ബർക്കത്താവും. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നാഫിയു ആയ ഇൽമ്, വഹബിയായ ലദുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും. ആലിമീങ്ങൾ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി അതിൻ്റെ ഭാഗങ്ങളായി ചുരുങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമി കടലെടുത്തു എന്ന് പറയും. കടലെടുത്താലും കടലിലുണ്ടല്ലോ, ചുരുങ്ങിയിട്ടില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ്. അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത്. ഓരോന്നും പോകുമ്പോൾ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല.
അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സലാഹിയത്തിൻ്റെ അഹ്ലുകാർ, ദാക്കിരിങ്ങൾ എല്ലാവരും ദീർഘായുസ്സിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകട്ടെ. ഉസ്താദുമാരെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് നല്ല നിലയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ള മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളുമാക്കി നമ്മളെ മാറ്റട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഖിദ്മത്തെടുക്കാൻ മരണം വരെ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബാദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ അല്ലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബുലസ്സലാമി വനജ്ജിനാ മിനദ്ദുലുമാതി ഇലന്നൂർ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങൾക്ക് കള്ളുകൊണ്ട് കൊടുന്നു പറഞ്ഞ സംഭവം എന്താ അറിയങ്ങൾ? ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു ചാറ്, ഒരു പാനീയം, ഒരു നീര് ആ കാലത്ത് എല്ലാവരും കുടിക്കൽ പതിവുണ്ട്. അതിനൊരു പേരുണ്ട്. ആ പേര് പിൽക്കാലത്ത് യൂറോപ്യന്മാർ ഒരു മദ്യ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളിനിട്ടിട്ടുണ്ട്. പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. അതെ, അങ്ങനെ ചില പരിപാടി ഉണ്ട് നമുക്ക്. ജന്നത്ത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലത്തിന് പറയുന്ന പേര് ഫിർദൗസാണ്. സ്വർഗത്തിന് 100 ദറജയാണുള്ളത്. അതിലെ ഏറ്റവും വലിയ സ്ഥലമാണ് ഫിർദൗസ്. ഫിർദൗസിൻ്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് എന്നത്. നമ്മളത് ബാർമ കൊണ്ടുപോയി എഴുതി. ബാറിനാണ് നമ്മളാ പേരിട്ടുള്ളത്. എന്നതുപോലെ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയം അക്കാലത്ത് കുടിക്കൽ പതിവുണ്ട്. ആ പേരിൽ പിൽക്കാലത്ത് യൂറോപ്പിലെ ഒരു മദ്യ കമ്പനി ഒരു മദ്യം പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ആ പേര് നെറ്റിലടിച്ചാൽ ഒരു കള്ളാണ് കാണുക. അത് ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു, ആ ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു പാനീയം. അതിനെ വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് പുളിപ്പിച്ച് കള്ളാക്കി മാറ്റൽ പതിവുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, സഹോദര, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, വെയിൽ കൊണ്ടിട്ടില്ല, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചായിരുന്നു കൊണ്ടുവന്നത് എന്ന് പറയുകയും നബി തങ്ങൾ വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്ന ഈ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഒരു പ്രശ്നവുമില്ല. എന്തേ പ്രശ്നമുള്ളൂ? പഠിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. പഠിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഭൗതിക പഠനം കൂടി വരുന്നതിനനുസരിച്ച് മതപഠനം കൂടിയില്ലെങ്കിൽ പ്രശ്നമാവും. ഇതന്നെ സംഗതി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്യാണം കഴിച്ചിരുന്നു, ഒരു വിവാഹം കഴിച്ചിരുന്നു. 11 വിവാഹം നബി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീയെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. അവരുടെ വാപ്പ, ഈ ഭാര്യയുടെ പിതാവ്, മോളോട് പറഞ്ഞിരുന്നത് മദീനത്തെ രാജാവിനെ കൊണ്ട് അന്നെ ഞാൻ കെട്ടിക്കാന്നായിരുന്നു. അപ്പോൾ പെണ്ണ് സമ്മതിച്ചു. അങ്ങനെ നിക്കാഹ് നടന്നു. നബി തങ്ങൾ ഭാര്യയെ ആദ്യമായി കാണാൻ വേണ്ടി ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അതായത് നബിൻ്റെ ഭാര്യയാണ്, നിക്കാഹ് കഴിച്ച ഭാര്യയാണ്. ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വാപ്പ രാജാവിന് കെട്ടിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് തൃപ്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു എന്നതാണ് സംഭവം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഒരു കുഴപ്പവും അതിനില്ല. എക്സ്ട്രാ ഡീസൻ്റ് ആണ്. കാരണം ഒഴിവാക്കി വിടുമ്പോൾ ഇരിക്കാനുള്ള തുണിക്കുപ്പായും കൂടിയും കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നർത്ഥം. ഇതാണ് സംഭവം. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുള്ളത് ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ്. നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിനാണ് കൊണ്ടുവന്നത്. അതിൻ്റെ അപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ്, ഇപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ്. നടുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അവിടെ ബ്രാക്കറ്റിലൊന്ന് എഴുതി കൊടുത്താൽ പോലെ അത് നബി തങ്ങളുടെ ഭാര്യയാകുന്നു. അത് ചെയ്യൂല എന്നുള്ളതാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്തത. കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അങ്ങനെ പറയാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എഴുതൂല. അതന്നെ
എന്നാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നത്തെ ഹദീസും നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്, അതിൻ്റെ പിന്നത്തെ ഹദീസും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. അപ്പം ഇങ്ങനെ പഠിച്ചാൽ തീരുന്നതേ വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്യും? സംശയിക്കാനേ നമുക്ക് സമയമുള്ളൂ, പഠിക്കാൻ നേരമില്ല എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പോകാത്തൊരു സാഹചര്യത്തിലാണ് ദീനിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഇൽമിൻ്റെ പരിപാലനത്തിന് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് 12 വയസ്സിന് ശേഷം പഠിക്കണം. രണ്ടാമത്തെ കാര്യം ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളരണം. സ്കൂളിൽ 10 വരെ പോകണമെന്ന് വെച്ചാൽ മദ്രസയിലും 10 വരെ. അപ്പം ഇനി 10 മിനിറ്റായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. 10 മിനിറ്റ് അപ്പം അത്ര നടക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മദ്രസയിൽ പോകും, ഫാത്തിഹ ഓതും, അപ്പം തന്നെ പിന്നെ സ്കൂളത്തെ വണ്ടി വരും, ആണ് പോകും. അങ്ങനെയായാലും അതെങ്കിലും നടക്കട്ടെ എന്ന്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബറക്കത്തുണ്ടായിരിക്കും എന്നതാണ്. ഇപ്പം നമ്മളെ മഹല്ലത്തിലുള്ള അടിസ്ഥാന മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സ്കൂളിലെ മദ്രസ നടത്തുന്ന ആളാണ്, എൻ്റെ കുട്ടികളവിടെ പഠിക്കണമുണ്ട്. പക്ഷെ മഹല്ലിലെ മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം 100% പരലോകത്ത് കിട്ടാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുത്താണിത്. ഈ സ്കൂള് പരലോകത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടി, ഇവിടുന്ന് എന്തെങ്കിലും കൊല്ലം തികയുമ്പോൾ കിട്ടണം എന്നുള്ള നിലയിൽ പൈസ കൊടുത്തതാണ്. ആ വ്യത്യാസമായിട്ട് പഠിച്ചാലും ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ലേന്ന്. ചിലതൊക്കെ പറഞ്ഞു തീർക്കലാണ്, മനസ്സിലാകലല്ല. ഇത് 100% ആഖിറത്തിൽ കിട്ടണമെന്ന് കരുതിയിട്ട് ചിറ്റ് കൊടുത്തതാണ്, ചിറ്റ് മുറിച്ചു കൊടുത്തതാണ്. ദുന്യാവൊന്നും കിട്ടാനല്ല, 100% ആഖിറത്ത് കിട്ടാൻ വേണ്ടി കൊടുത്തതാണ്. സ്കൂളിൽ മദ്രസയൊക്കെ ഉണ്ട്, ശരിയാണ്. അരമണിക്കൂറൊന്നല്ല, 3/4 മണിക്കൂറുള്ള 3 പീരീഡ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ സ്ഥാപിച്ച ആളുകളുടെ ഇഖ്ലാസ് ഉണ്ടല്ലോ, അത് ഇതിലേ ഉണ്ടാവുള്ളൂ. മറ്റേത് ആഖിറത്തിൽ കിട്ടിയെങ്കിൽ ആയി, ദുനിയാവെന്ന് കൊല്ലം തയ്യുമ്പോൾ കണക്കൂട്ടാനുള്ളതാണ് ആ ഒരു വ്യത്യാസം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് രാവിലെ ആ കിതാബ് എടുത്തുകൊണ്ട് പോരുന്നുണ്ടല്ലോ, മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്നാണ്. നിയ്യത്തിൻ്റെ പ്രത്യേകതയാണത്. ഈ സ്കൂളിൽ 2 മണിക്കൂർ കിട്ടിയിട്ടും കാര്യമില്ല, ബുക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ മനസ്സിലുള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് എന്നാണ്. ആ മനസ്സിൻ്റെ വ്യത്യാസമാണത്. ഇങ്ങനെ 2 വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട്. അതുകൊണ്ട് നിലനിർത്തിയേ പറ്റുള്ളൂ നമ്മൾ ഈ സംഗതി. കേരളീയരുടെ ഏറ്റവും വലിയ പ്രത്യേകത 1 പള്ളി, 2 മദ്രസ. പള്ളി ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട ജീവിതമുണ്ട്. അതേസമയത്ത് മദ്രസ കേരളക്കാർക്ക് മാത്രമാണ്. നമ്മൾ കേരളം വിട്ടുപോയാലും മദ്രസ ഉണ്ട്, പക്ഷെ നമ്മളമായിട്ട് മദ്രസ അല്ല. നമ്മളിങ്ങനെ ചിലപ്പം പത്രത്തിലൊക്കെ കാണും, മദ്രസയിൽ റെയ്ഡ് നടത്തി ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ആ ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ പിച്ചാങ്കത്തി കൊണ്ടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് ഈ മദ്രസ അല്ല. റെയ്ഡ് നടത്തി ആയുധം പിടിക്കുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കോളേജുകൾക്കാണ് ഉത്തരേന്ത്യയിൽ മദ്രസ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കിയാത്തു സ്വാലിഹാത്ത്, വേലൂർ ബാക്കിയാത്തു സ്വാലിഹാത്തിൻ്റെ ഒറിജിനൽ പേരെന്താ? മദ്രസത്തു ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്നാണ്. അതിൻ്റെ പേര് മദ്രസ എന്നാണ്. അവിടെ തന്നെ വേറൊരു കോളേജ് ഉണ്ട്, മദ്രസത്തു ലത്തീഫിയ എന്നാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ വലിയ വലിയ കോളേജുകൾക്ക് മദ്രസ എന്ന് പേരുണ്ട്. ഈ മദ്രസ ഉണ്ടല്ലോ, ഏത് നിക്കരിച്ചാൻ പഠിപ്പിക്കണേ, നോൻപ് എടുക്കാൻ പഠിപ്പിക്കണേ മദ്രസ, അത് നമ്മളെ നാട്ടിലേ ഉള്ളൂ. ഉത്തരേന്ത്യയിലെ മദ്രസയും കോളേജും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശാലമായ പള്ളി ഉണ്ടാവും, 4 കെട്ടുള്ള പള്ളി ഉണ്ടാവും, നടുവിൽ മുറ്റക്കായിട്ടുള്ള വലിയ പള്ളി. പള്ളിയോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും മദ്രസ ഉണ്ടാവും. ആ മദ്രസയിൽ ആകെ ഉണ്ടാകുക തഹ്ഫീദുൽ ഖുർആനാണ്, ഖുർആൻ പഠിപ്പിക്കുക. മൊല്ലാക്കിയും കുട്ടികളും മാത്രം നിസ്കരിക്കും. പള്ളിയുടെ ക്യാൻറ്റീനത്തെ ആൾ പോലും നിസ്കാരം നിർബന്ധമാണെന്ന് മനസ്സിലാക്കണില്ല. നിസ്കരിച്ചണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിസ്കാരം നിർബന്ധമാണെന്ന് വരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. മൊല്ലാക്കിയും കുട്ടികളും മാത്രം നിസ്കരിക്കും പള്ളി. നമ്മൾ പോകുമ്പോൾ തന്നെയാണ് നമ്മൾക്കുള്ളതൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കാൻ തയ്യാറാവണം. കേരളക്കാർക്ക് എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും നമ്മളത് നിലനിർത്തിയേ പറ്റും. 2 മണിക്കൂറിനാണ് കുട്ടികളെ കിട്ടേണ്ടത്, അരമണിക്കൂറിനെ കിട്ടണുള്ളൂ നോക്കുക, വരട്ടേന്ന്. 10 മിനിറ്റിനെ കിട്ടണുള്ളൂ, വരട്ടേന്ന്. AC വെച്ചാലേ 10 മിനിറ്റിന് കിട്ടുള്ളൂ. നിങ്ങൾ AC വെച്ചിട്ട് ആ 10 മിനിറ്റിന് വരുത്തി.
അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ വിഷയത്തിലും ഇപ്പം എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. മുഴുവൻ ഞാൻ പറഞ്ഞ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് എന്നോട് യോജിപ്പാന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഒരു 10 മിനിറ്റാണ് വരുന്നേച്ചാൽ ആ 10 മിനിറ്റ് വന്ന് ഫാത്തിഹ കഴിഞ്ഞ് മുസാഫ് മറിച്ചപ്പോത്തിന് ഓല് പോയി പോട്ടേന്ന് ആ വന്നതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അതുണ്ടാവും. അതിൻ്റെ ഒരു ബർക്കത്ത്, അവിടെ ആ ഇരുന്നതിൻ്റെ ഒരു ബർക്കത്ത് അത് ഏതായാലും ഉണ്ടാവും. കാരണം 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അത് ഉണ്ടാക്കിയവരുടെ ഇഖ്ലാസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത്, വരുമ്പോഴുള്ള മനസ്സിൻ്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എത്ര പൈസ ചിലവാക്കിയിട്ട് നടത്തുന്ന സ്ഥാപനമാണെങ്കിലും ഇതിനല്ലാതെ കിട്ടില്ല. അതുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. 12 വയസ്സിന് ശേഷം 7-ന് ശേഷം കുട്ടികളൊക്കെ പഠിപ്പിക്കണം. 1-ാം ക്ലാസ്സിൽ 50 കുട്ടികൾ ചേർന്നാൽ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 5 കുട്ടികളായി ചുരുങ്ങുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യയിൽ തന്നെ ശിശുമരണം വളരെ കുറവാണ്. കേരളത്തിൽ അതിൽ വളരെ പറ്റ കുറവാണ്. മരിച്ചതല്ല, വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. 50 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 5 കുട്ടികളാണ്. ബാക്കി പല കാരണം പറഞ്ഞുകൊണ്ട് കൊഴിഞ്ഞു പോവുകയാണ്. സ്കൂളിൽ പഠിക്കാണ്ട്, എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പരിപാലിക്കുക കൂടി വേണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇൽമിൻ്റെ പരിപാലനം. അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, 12 വയസ്സിന് ശേഷം പഠിക്കണം. രണ്ടാമത്തേത്, ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം മതവിദ്യാഭ്യാസം പഠിക്കണം. സംവിധാനം ഇല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. പഠിക്കാൻ ഒരു സംവിധാനം ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട യൂട്യൂബ് അവറുകൾ എന്ന സംവിധാനമുണ്ട്. അതിലടിച്ചാൽ കിട്ടും. സാലിം ഫൈസിന്ന് അടിച്ചാൽ മതി, കിട്ടും. സംവിധാനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞമ്മക്കതിന് തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. തയ്യാറുണ്ടോ? സംവിധാനങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലുമുണ്ട്. സമസ്തൻ്റെ ലേണിംഗ് സംവിധാനം വരുന്നുണ്ട്. മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ, എന്നാൽ ലേണിംഗ് ഉണ്ടെന്ന് ഞാൻ അതിൽ കൂടാന്ന് ഇവിടെ ഉള്ളവർ വിചാരിക്കേണ്ട. മദ്രസ ഇല്ലാത്തടത്തേക്കുള്ളതാണ്. ഒരു മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ, മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ലേണിംഗ്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാവിയിൽ മറ്റു മലയാളം മീഡിയം, ഉറുദു മീഡിയം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തയ്യാറില്ലാത്തത് മാത്രമാണ് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം, അഭിമാനത്തിൻ്റെ പരിപാലനം പഠിപ്പിക്കണം കുട്ടികളെ. അഭിമാനം പരിപാലിക്കുക ആയിപ്പെട്ടതാണ്. സ്വഭാവം, പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും ആയിപ്പെട്ടതാണ്. കുട്ടികൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കണം. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. സയ്യിദുനാ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ്റെ അഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കല്യാണത്തിന് ചെന്നു, VIP-കൾക്ക് വേറൊരു പന്തലുണ്ട്, സാധാരണ എന്നെ പോലത്തെ ആൾക്കാർക്ക് വേറൊരു പന്തലുണ്ട്. രണ്ടൊന്നും ചോറിക്കാൻ പറ്റില്ല. കാരണം അത് അഭിമാനമില്ലാത്ത പരിപാടിയാണ്. അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വൈകുന്നേരത്തൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീടിക കയറി. അപ്പോൾ വേറെ 1-2 ആൾക്കാരുണ്ട്. എന്താ കടിയുണ്ടെന്ന് ചോദിച്ചു. എന്താ അവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഷവർമ ഉണ്ട് പറഞ്ഞു. എന്നാൽ ഷവർമ കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഷവർമ കൊടുന്ന് ചായയും ഷവർമയും കൂടി ഇങ്ങനെ തിന്നുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് കൊടുന്നു കൊടുത്ത മയോണീസിൽ മഴ പെയ്തപ്പോൾ വെള്ളയിക്കണം. മയത്ത് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട പിന്നെ ആ സാധനം തിന്നാൻ പാടില്ല. അത് മനുഷ്യൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയ ആ സാധനം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. രണ്ടാമത് കൊടുന്നതിലേ മയത്ത് കൂടി കൊടുന്നപ്പോൾ എന്തായിട്ടുണ്ട്, ഒന്നായിട്ട് ചോർന്ന് വലിച്ചിക്കണേ. പിന്നെ ആ സാധനം, അത് മനുഷ്യൻ്റെ അഭിമാനം കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല. ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം. എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നു എന്നുള്ളതാണ് പരിപാടി. ഇതൊക്കെ നമ്മൾ ഓസി കിട്ടിയാൽ അങ്ങനെ വെറുതെ ഇട്ടണ എന്തുണ്ട് അവിടെ പോയി തിരക്കുക, അങ്ങനെയൊക്കെയാണ്. ഈ വെറുതെ ഇട്ടണോടത്ത് ഇങ്ങനെ തിരക്കണ പണിയൊക്കെ നമ്മൾ കുറച്ചൊന്ന് നിർത്തണം. ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കുകയല്ല കേട്ടോ. പക്ഷേ ഈ BPL കാർഡിന് അപേക്ഷ കൊടുക്കണത് എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകണില്ല. ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സമ്പന്നനായി തരാം, നിന്നെ മുതലാളിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാം, ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം. കാരണം അതിനുള്ള അപേക്ഷ കൊടുക്കണ്ടേ. ദരിദ്രനാക്കി തരാം, ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ആ അപേക്ഷയിൽ കാത്തിക്കുക നമ്മൾ.
അഭിമാനമില്ലാത്ത ഓരോ പരിപാടി എന്നല്ല എന്താ. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം എന്ന് അതാ ഈ പറഞ്ഞേ. അവനാൻ്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം. അഭിമാനമാണ് സ്വഭാവം. മനുഷ്യൻ്റെ അഭിമാനമാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്.